വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ട CPM-ൽ നേതൃത്വത്തിന്റെ സമവായ ശ്രമങ്ങളിലൂടെ ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാമിനെ തെരഞ്ഞെടുത്തു. തിരുവല്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അച്ചടക്ക നടപടിയെ തുടർന്ന് നീക്കിയ ഫ്രാൻസിസ് വി ആന്റണിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. തിരുവല്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതോടെ പാർട്ടിയിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമാകും. ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്താൻ സംസ്ഥാന നേതൃത്വത്തിന് നേരിടേണ്ടി വന്ന കടമ്പകളേറെ. ജില്ലയിൽ വിഭാഗീയത രൂക്ഷമാണ്. മത്സരം നടന്നാൽ വിഭാഗീയത കനക്കും. രാജു എബ്രഹാമിന് പുറമെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേരുകൾ ഉയർന്ന TD ബൈജു, PB ഹർഷകുമാർ, A പത്മകുമാർ എന്നിവർക്കായി പക്ഷം പിടിക്കലും തുടങ്ങിയിരുന്നു. പാർട്ടി നേതൃസ്ഥാനങ്ങൾ അടൂർ ലോബി ഹൈജാക്ക് ചെയ്യുന്നു എന്ന ആരോപണവും പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു. അടൂരിൽ നിന്നുള്ള സെക്രട്ടറി ഉണ്ടായാൽ ഈ ആക്ഷേപവും പാർട്ടിയെ ബാധിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം മുന്നിൽ കണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ തീവ്ര സമവായ ശ്രമങ്ങളിലൂടെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MLA-യുമായ രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയാക്കി. പാർലമെന്ററി രംഗത്ത് നിന്ന് സമ്പൂർണ്ണമായി സംഘടനാ രംഗത്തേക്ക് ഉള്ള പ്രവാസന കവാടമായിട്ടാണ് ഈ ജില്ലാ സെക്രട്ടറിഷിപ്പിനെ ഞാൻ കാണുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ, ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ, ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ, ലോക്കൽ കമ്മിറ്റിയുടെ അംഗം എന്ന നിലയിൽ താഴെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെയാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. CPM ഇന്ന് ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ ജനങ്ങളെ CPM-ലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം തന്നെയാണ് ഞങ്ങൾ ഈ ചുമതല എന്നിൽ അർപ്പിച്ചിട്ടുള്ളത്. അച്ചടക്ക നടപടിയെ തുടർന്ന് തിരുവല്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഫ്രാൻസിസ് വി ആന്റണിയെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. പലതട്ടിലായി പ്രവർത്തിക്കുന്ന തിരുവല്ല CPM വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്ന ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പാർട്ടിയിൽ തുടർ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട്. 3 വട്ടം ജില്ലാ സെക്രട്ടറിയായിരുന്ന KP ഉദയഭാനു അടക്കം 6 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. 6 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ജനം, പത്തനംതിട്ട.